ഇന്ന് നമ്മൾ റാഗിപ്പൊടി വെച്ചിട്ട്, അതായത് ആറ പിന്നെ എന്തൊക്കെയോ പേരുണ്ട്, നമ്മൾ കോറ എന്ന് പറയുക. അപ്പോൾ കോറപ്പൊടി വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് ഇവയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് കോറപ്പൊടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി അളന്ന അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു 2 കപ്പ് പിന്നെ ഒരു 1/4 കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് റാഗിപ്പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. ഒഴിച്ചതും അപ്പം തന്നെ കുഴയ്ക്കാൻ പറ്റില്ലല്ലോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി അടച്ച് വെച്ചതിന് ശേഷം ചെറിയ ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലപോലെ കുഴയ്ക്കാം. ചപ്പാത്തി മാവിൻ്റെ പോലെ അത്ര ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസാക്കി കുഴച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം ഞാൻ കൂടുതലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അത് കറക്റ്റ് 2 കപ്പ് വെള്ളം തന്നെ നമുക്ക് കുഴയ്ക്കാം. ചില പൊടിക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. അതാണ് ഞാൻ കുറച്ച് കൂടുതൽ വെച്ചത്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കാം. ചെറുതായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തട്ടിൽ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. ഓരോ കുഴിയിലും തേങ്ങ ചിരകിയത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സേവനാഴി എടുക്കാം. സേവനാഴിയിൽ ഇതേപോലത്തെ അച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ച മാവിന് അതിൽ ഫുള്ളായി ഇട്ട് കൊടുത്ത് നമുക്ക് സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ചുറ്റിയെടുക്കാം. എല്ലാത്തിലും ഇതുപോലെ ചുറ്റിയെടുക്കാം. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇടിയപ്പം റെഡിയായി. കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. നല്ല അടിപൊളി റാഗി ഇടിയപ്പം. നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇടിയപ്പമാണ്. ഒട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ലേ, അറിയാത്തവരൊന്ന് ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.